കാശുണ്ടാക്കണം. ഓക്കെ ഇരിക്കട്ടെ, ഇവൻ ഇരിക്കട്ടെ. ഇനി ഇവൻ ഇരിക്കട്ടെ. അണ്ണന് തോക്കുള്ളല്ലോ, കൊള്ളാലോ ഇത്. തന്നെ അതിനകത്ത് ഉണ്ടോ? അയ്യോ പൊട്ടുന്നുണ്ടല്ലോ അണ്ണ. ഞാൻ പല തോക്കും കണ്ടിട്ടുണ്ട്. അണ്ണൻ പല തോക്കും കണ്ടിട്ടുണ്ട്. അങ്ങനെ അപ്പഴാ പൊട്ടുന്നല്ല, അതിനകത്ത് ഉണ്ടേടാടോ. ഇതിനകത്ത് എന്തോ ചെറിയ ഉണ്ടോടെ അതിനകത്തല്ലേ. സാധനം ഇവിടെ അണ്ണ അവിടെ കിടക്കല്ലേ, കിടക്കാൻ പറ്റത്തില്ല. ഇവിടെ വേണ്ട വേണ്ട വേണ്ട, കിടക്കല്ലേ. കിടക്കുന്ന പരിപാടിയില്ല, കിടക്കുന്ന പരിപാടിയില്ല. ഇവിടെ ഇങ്ങനെ ഈ സാധനം ഈ തോക്ക ഉണ്ടോ? ഇച്ചിരി പണിയായത്, ഇറങ്ങത്തില്ല, വെയിറ്റ് ഇല്ലാത്തോണ്ട് പറ്റും. നോക്കട്ടെ ഒന്ന്. ഇങ്ങനെ അടിക്കുന്നല്ലേ വരാനോ? അങ്ങോട്ട് വന്നു വെച്ചോ. ഞാൻ സ്ലീവ്ലെസ് പെണ്ണിനെ കുറിച്ച് മാത്രമല്ല, ആണുങ്ങളെ എല്ലാവരും കുറിച്ച് പറഞ്ഞു. ഞാൻ പോയി, എനിക്ക് സ്ലീവ്ലെസ് ഇടാൻ തോന്നുന്നു. ഞാനിപ്പോ വരാം. എന്റെ സ്ലീവ്ലെസ് ഇട്ടോ, സ്ലീവ്ലെസ് ഇട്ടോ. സ്ലീവ്ലെസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ പെണ്ണുങ്ങളുടെ ആംപിറ്റൊക്കെ കാണുന്ന ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സെക്ഷൽ ഫാന്റസിയോ? എന്താ ആംപിറ്റോ? ആംപിറ്റിൽ എന്ത് സെക്ഷൽ ഫാന്റസി? അതുണ്ട്, എനിക്കിഷ്ടമാണ്. നല്ല ആംപിറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആംബുലൻസിനെ പറ്റി ആവുമ്പോൾ എങ്ങനെയുണ്ട്? ആണോ? അന്ന് കുഴപ്പമില്ല, പോര്. ഗ്ലാസ് എവിടെ? അതെ, ഇവിടെ കൂൾ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കി. ഓക്കെ അല്ലേ? അത് വാതിൽ നടച്ചേക്കടോ. എന്നാ പിന്നെ ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ? പറഞ്ഞേക്കാം, എനിക്ക് ആളുകളെ ആംബിറ്റ് കാണാൻ താല്പര്യമില്ല. ആംബിറ്റ് ഒന്നും കാണിക്കത്തില്ല, എനിക്ക് പെണ്ണുങ്ങളുടെ ആംബിറ്റ് താല്പര്യം. അപ്പോ ഇന്ന് അണ്ണൻ രാവിലെ പോസ്റ്റ് ഇട്ടു. ഞാനവിടെ ഇരിക്കുന്ന കാണാമെന്ന് നോക്കിട്ട് വരട്ടെ. കറക്റ്റ്. അണ്ണൻ ഇന്ന് രാവിലെ പോസ്റ്റ് ഇട്ടേക്കുന്നു, സ്ലീവ്ലെസ് ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ പോസ്റ്റ് ഇട്ട്. എന്താ ഞാനിപ്പോ സ്ലീവ്ലെസ് ഇനി ഇടുന്നുള്ളൂ. ആണുങ്ങൾ സ്ലീവ്ലെസ് ഇടരുതാ, പെണ്ണുങ്ങൾ ഇടണം. ആണുങ്ങൾ സ്ലീവ്ലെസ് ഇടരുതാ. ആണുങ്ങൾ സ്ലീവ്ലെസ് ആംബിറ്റ് ഒന്നും കിട്ടാനില്ല. അത് തനിക്കായിരിക്കും, പെണ്ണുങ്ങൾക്ക് ആണെങ്കിലോ. ആണെങ്കിലും ആംബിറ്റ് സ്മെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ആണുങ്ങളുടെ ആംബിറ്റിന് സ്മെല്ല് ആംബിറ്റിനായിരിക്കും. പെണ്ണുങ്ങളുടെ ആംബിറ്റ് താല്പര്യം. പെണ്ണുങ്ങളുടെ ആംബിറ്റിന് സ്മെല്ലില്ലേ? ആ സ്മെല്ല് നമുക്ക് ആസ്വദിക്കാം. അയ്യോ അത് കേട്ടോ, ഫെറ്റിഷ് ആണല്ലോ ഫുള്ള്. ഫെറ്റിഷ് ആണ്, ഫെറ്റിഷ്. ട്രേഡ് മാർക്കാണ്, എന്റെ ട്രേഡ് മാർക്കാണ്. ഒറ്റ അറിയാലോ പെരേരട. അതിരിക്കട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞ ആംബിറ്റ്സ് ആറാട്ടന് ഇഷ്ടപ്പെടുന്ന ആംബിറ്റ് ഇപ്പൊ എങ്ങനത്തെ പെണ്ണുങ്ങടെയാ? ഞാൻ പറഞ്ഞ ആളുടെ പേര് പറയാൻ പ്രശ്നം. പേര് പറയണ്ട, ഫീച്ചേഴ്സ്. ഈ ഫിലിം ആക്ട്രസ് പോലെ ആംബിറ്റ് ഇഷ്ടപ്പെടുന്നുണ്ട് ഉണ്ടല്ലേ? ഒത്തിരി പേരുടെ കണ്ടിട്ടുണ്ടല്ലേ ഇങ്ങനെ ഈ സിനിമയിലും അല്ലാതെയൊക്കെ. സ്ലീവ്ലെസ് ഇട്ട അപ്പ ആംബിറ്റ് നോക്കൂ. സ്ലീവ്ലെസ് ഇട്ട് കഴിഞ്ഞാൽ ആംബിറ്റ്സിലേക്ക് ശ്രദ്ധിക്കൂ. എന്നിട്ടോ ആംബിറ്റ് നോക്കാൻ പാടില്ല? ഞാൻ ചോദിച്ചാ. ആണെങ്കിൽ ആംബിറ്റ് താല്പര്യമില്ല. ആണുങ്ങളെ കാണണ്ട. ആംബിറ്റ് എന്ന് പറയുമ്പോഴേ ഒരു ഫീൽ കിട്ടുന്നില്ല. കക്ഷം. ഓ കക്ഷം, കക്ഷമാണ്. പിന്നെ കക്ഷം നല്ല. പിന്നെ ചീപ്പോ? കക്ഷത്തിന് രോമമുള്ള കക്ഷമാണോ രോമം ഇല്ലാത്ത കക്ഷമാണോ? പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഏത് കക്ഷം? എനിക്ക് താല്പര്യം. അല്ലല്ല, കക്ഷം തന്റെ കഷ്ടം എനിക്ക് ആളുണ്ട. കാരണം താല്പര്യമില്ല. എനിക്ക് ആൾട്ടാണ്. ഇവിടെ ഈ സ്ലീവ്ലെസ് ഇടുന്ന കഷ്ടം കാണിക്കാനല്ല, പിന്നെന്തിനാണ് നമ്മൾ കഷ്ടം കാണിക്കാൻ. ഇത് ചിലപ്പോ ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ച് നോക്കിയാൽ ഈ ഉടുപ്പൊക്കെയാ വേണ്ടത് നമ്മൾ ഇടണ്ടേ? അല്ലേ?
ആണുങ്ങളെ അട്രാക്ട് ചെയ്ത് വശീകരിച്ച് എന്നാ അണ്ണനൊരു കാര്യം ചെയ്യും, സ്ലീവ്ലെസ് ഇട്ടോണ്ട് നടക്കും ഇങ്ങനെ ഈ പെനിയം ഇതുപോലത്തെ പെനിയം മേടിച്ചിട്ടോണ്ട് നടക്കും, എന്നിട്ട് അട്രാക്റ്റഡ് ആവുന്നുണ്ടോ? കാര്യമില്ല, ആണുങ്ങിട്ടൊരു കാര്യമില്ല. ആര് പറഞ്ഞു? ആണുങ്ങളുടെ ആമ്പിട്ടുണ്ട് എനിക്കൊന്നും തോന്നുന്നില്ല. അല്ല, ഞാൻ ഗേ അല്ല. അത് സംഭവിച്ചു. ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഗേ ആണെന്ന് തോന്നുന്നു. ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇട്ടോണ്ടിരിക്കുന്നത്? പെണ്ണുങ്ങളെ ആമ്പിട്ട് ചില കാര്യമുള്ളൂ. അയ്യോ, പെണ്ണുങ്ങൾക്ക് അപ്പൊ ആമ്പിട്ട് കാണണ്ടേ? അണ്ണനിട്ട് ഞാനൊരു പെനി എടുത്ത് തരാം, ഇടുവോ? ഞാനൊന്നും അത്ര വലിയ ഹോട്ടൊന്നല്ല. ചെറുത്താൻ ഹോട്ടാ ആണല്ലേ? ചെയ്താണ്ട് കുറെ പെണ്ണുകൾ വരുന്നതാ. ചെയ്താന്റെ ബോഡി കൗണ്ട് 3500 എന്റെ ഒരു 100 വരുന്നു. ഓർമ്മയില്ല. പെരേരയുടെ എത്രയുണ്ട്? 2. ഒരെണ്ണം അവന്റെ അമ്മാമ്മയുടെ അല്ലല്ല, പെരേരയുടെ ബോഡി കൗണ്ട് 2. അതിൽ ഒരെണ്ണം അവന്റെ അമ്മാമ്മയുടെ ബോഡിയാണ്. അത് അലക്കിയിട്ടേക്കണേ ബോഡി ഉണ്ടല്ലോ, മറ്റേത് ഒരെണ്ണുള്ളൂ. 3 അത് താൻ വിട്ടോ. നല്ല പരിപാടിയായാലും. പിന്നെ ഈ ആംബിറ്റ്സില് ഹെയറി ആംബിറ്റ്സ് ആണോ അല്ലാതെ ക്ലീൻ ആയിട്ടുള്ള? ചില പെണ്ണുങ്ങളുടെ പ്രശ്നമാണ്. ആംബിറ്റിനെ പറ്റി പറയാൻ ഇത് നമ്മുടെ സ്വകാര്യമായ കാര്യങ്ങളല്ലേ പറയണോ? അതിനകത്ത് ഇത്ര വലിയ കാര്യം ഇരിക്കും. താനായിട്ട് സ്വകാര്യം പറയാത്ത ഹൈക്കോടതി പറഞ്ഞു സ്ത്രീകളുടെ ശരീരം വർദ്ധിക്കാൻ പാടില്ല. വർണ്ണിക്കും അല്ലത്. സ്പെസിഫിക് ആയിട്ട് ഒരു സ്ത്രീയെ പറഞ്ഞിട്ടില്ല. നമ്മള് സ്പീഷീസിനെ കുറിച്ച് സംസാരിക്കുന്നു. അതായത് തനിക്കിപ്പോ ഒരു സ്ത്രീയുടെ ആംബിറ്റ്സില് ഹെയർ ഉള്ളതാണ് ഹെയർ ഉള്ള ഇഷ്ടം. ഹെയർ ഉള്ളതാണ് ഇഷ്ടം. അത് എന്തുകൊണ്ടാണ്? ഹെയറി ആവുമ്പോ സ്മെല്ല് വരത്തില്ലേ? അത് കുഴപ്പമില്ല. ആ സ്മെല്ല് ഇഷ്ടമാണ്. ആ സ്മെല്ല് എനിക്ക് ഇഷ്ടമാണ്. സ്ത്രീകളുടെ വിയർപ്പിന്റെ ഗന്ധം താങ്കൾക്ക് ഇഷ്ടമാണ്, ആസ്വാദകമാണ്. അങ്ങനെ വലിച്ചെടുക്കൂ അടുത്ത് വരുമ്പോ കെട്ടിപ്പിടിച്ചിട്ട്. അല്ല, ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം ഷേവ് ചെയ്യണം. അത് പാടില്ല. ഹെയർ എന്തുകൊണ്ട് നേച്ചർ നാച്ചുറലി കൊടുത്തത് അവർ അട്രാക്ഷൻ ആണെന്ന്. അട്രാക്ഷൻ അല്ല അത് ശരിക്കും. അതൊരു ടെമ്പറേച്ചർ കൺട്രോളാ ബോഡിയുടെ. അതായത് നമ്മുടെ എവിടുത്തെ ഹെയർ ഷേവ് ചെയ്യാൻ പാടില്ല. അങ്ങനല്ല. അതായത് തനിക്ക് ചെയ്യാം. പിന്നിട്ട് കിടക്ക്. അതെ, അത് എന്തുകൊണ്ട് നേച്ചർ കൊടുത്തിരുന്ന എന്നാലും അട്രാക്ഷൻ വരുന്നു. അതുകൊണ്ടല്ല. മറ്റേ ഈ ആഫ്രിക്കൻസ് ഒക്കെ ചെയ്യില്ലേ മുടി ഇങ്ങനെ എല്ലാ ഭാഗവും എല്ലായിടത്തും ബോഡിയുടെ ടെമ്പറേച്ചർ ഇല്ല, അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ഹെയർ. ഇപ്പൊ വേണ്ട, ഇപ്പൊ എ സിയിലല്ലേ. എന്തുകൊണ്ട് നേച്ചർ അങ്ങനെ ഹെയർ കൊടുത്തു? അത് കഴിഞ്ഞു പോയി. നേച്ചർ ആണോ? എ സി നേച്ചറിന്റെ ഭാഗമല്ല. കാട്ടിലിരിക്കുമ്പോ അതിന്റെ ഭാഗം മാത്രമൊന്നുമല്ല, അതിന്റെ ഭാഗമല്ല. അത് അട്രാക്റ്റഡ് ആകുന്ന എങ്ങനെയാന്നുള്ളത് പറഞ്ഞുതരാം. അതായത് കാട്ടിലിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ രോമം ആവശ്യമുണ്ട്. നമ്മളിങ്ങനെ കാടിന്റെ അകത്തോടെ കയറി ഇറങ്ങി പോവാണ്. നമ്മൾ കാട്ടുവാസിയായിരുന്ന മനുഷ്യന്റെ രോമം വേണം. മനുഷ്യന്റെ രോമം ആവശ്യമുണ്ട്. അട്രാക്ഷൻ വരണമെങ്കിൽ ഹെയർ വേണം. യൂറോപ്പിലൊക്കെ ഉണ്ടല്ലോ ഈ സ്ത്രീകളുടെ നെഞ്ചത്തൊക്കെ രോമം വേണം. എനിക്ക് ഞാൻ ചോദിക്കണം അതല്ല, സ്ത്രീകളുടെ നെഞ്ചത്ത് രോമം വരുന്നത് എനിക്ക് ഇഷ്ടമാണോ? രോമമുള്ള സ്ത്രീകളുണ്ടല്ലോ, താൻ കണ്ടിട്ടില്ലെന്ന് പറ. എനിക്ക് അവിടെയല്ല, എനിക്ക് അത് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങൾ അറിയാമല്ലോ. അല്ലല്ല, അത് പോട്ടെ. അണ്ണന്റെ കാര്യം അതല്ല വിഷയം. അതല്ല, ഈ പറഞ്ഞ പോലെ രോമമാണ് ഇങ്ങനെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനം. എനിക്ക് എന്റെ മേത്ത് രോമം എന്നെ പോലെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അത് റിമൂവ് ചെയ്യും. അല്ല ഏത് കേരള മൊത്തം ഇഷ്ടമുള്ളതോട് കുഴപ്പമില്ല. അതല്ല വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പോയിന്റിലേക്ക് വരാം. പെണ്ണുങ്ങൾക്ക് കാര്യം പറ. എല്ലാവർക്കും പറ്റും. ഞാൻ മറിച്ച് കുണച്ചു തരാം. വേണോ? ബേസിക്കലി ഐക്യു പറഞ്ഞൊരു കാറ്റഗറിയിൽ വരുന്ന ആളാണ്. ഞാനൊരു കാര്യം ചോദിക്കാം, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അണ്ണ പറഞ്ഞ അണ്ണന് ഏറിയ ആംബിറ്റ്സ് ഒക്കെ ഇഷ്ടമാണ്. ഇന്നേ വരെ ഒരു സെലിബ്രിറ്റിക്ക് ഏറിയ ആംബിറ്റോട് അവർ വന്നിട്ടില്ല. പക്ഷെ പല സെലിബ്രിറ്റികളെ ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞത്. സിനിമയിൽ, മലയാള സിനിമയിൽ ഏറെ കാണിക്കില്ല. അപ്പൊ പിന്നെ തനിക്ക് എങ്ങനെയാ അവരെ ഇഷ്ടപ്പെട്ടത്? അപ്പൊ താങ്കൾ പറയുന്നത് കള്ളത്തരാണല്ലോ. ഞാൻ ഈ വേറെ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ. ഏത് സിനിമയിലാണ് കണ്ടത്? ഹോളിവുഡ് സിനിമകളല്ല.
ഹോളിവുഡ് സിനിമയിൽ ഏതാ കണ്ടേ? ഏതാ ഓർമ്മയില്ല. പഴമാണ് കാണുന്നത്, അങ്ങനെ ഇല്ല. എനിക്ക് ആണുങ്ങളെ കാണിക്കാറുണ്ട്, പെണ്ണുങ്ങൾക്ക് ഒരിടത്തും ഇല്ല. വേറൊരു കാര്യമുണ്ട്, ആണുങ്ങളെയും ആംബിറ്റ്സിൽ കണ്ടിട്ടില്ല. ഇത് തന്റെ ചിന്ത മാത്രമാണ്, എനിക്കിത് ഇഷ്ടമാണ്, എന്റെ ഇമാജിനേഷൻ. അപ്പൊ ഇവിടെ ഇപ്പൊ ആംബിറ്റ്സ് കണ്ട ഈ അടുത്തിടെ ഈ സ്ലീവ്ലെസ് ഇട്ടെന്ന് പറയുമ്പോ ഹാർപിറ്റ് ലവേഴ്സ് ആണ്, അതൊക്കെ ഉണ്ട്. അതൊക്കെ കമ്മ്യൂണിറ്റി വേറെ, അത് ഗുണമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഏത് ഹെയർ ആണെങ്കിലും റിമൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പൊ താടി ആണെങ്കിലും കൊള്ളാം, മുടിക്ക് മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളൂ. താടി ഒരുപാട് വളർന്നാലും അതൊരു വൃത്തികേടാവുന്നുണ്ട്, ഹൈജീൻ പ്രോബ്ലം വരുന്നുണ്ട്, നാറ്റം വരുന്നുണ്ട്, കഷത്തിലെ രോമത്തിന് നാറ്റമുണ്ട്, പ്യൂബിക് ഹെയർ അതും നാറ്റമുണ്ട്. ആ നല്ല എങ്ങനെയുണ്ട്, നല്ല ഗന്ധമാണ്. അപ്പൊ തനിക്ക് അങ്ങനെ ഉണ്ട്, വേറെന്തോ കുഴപ്പമുണ്ട്? അത്ര നല്ലതൊന്നുമല്ല. എല്ലാവരും മോശം പറയത്തില്ല, ചെറുതായിട്ടൊക്കെ നല്ലതാ, പക്ഷെ ഓവറായിട്ട് നാട്ടി കഴിഞ്ഞാൽ എന്ത് പറയും? സ്ത്രീകളുടെ ആംപിറ്റിലേക്ക് എനിക്ക് ഇഷ്ടമാണ്. ശരി, ആയിക്കോട്ടെ. അതിനിപ്പോ ഞങ്ങളൊക്കെ വേണം. അതാണ് എന്റെ അതാണ് ചോദ്യം. തനിക്കിപ്പോ ഇങ്ങനെ ആംപിറ്റിലെ രോമം ഇഷ്ടമാണെങ്കിൽ കേരള സമൂഹം എന്ത് ചെയ്യണമെന്നാണ് കേരളം ചോദിക്കുന്നത്. എല്ലാവരും ആംപിറ്റിലും മുടി വളർത്തണം, എന്നിട്ട് അതിങ്ങനെ പൊക്കി പിടിച്ച് വരണം എല്ലാരും, അല്ലേ? അല്ല അങ്ങനെയല്ല, സിനിമകളിലൊക്കെ ആംപിറ്റ് രോമം കാണിക്കണം. കക്ഷം പണ്ട് ഞാൻ കക്ഷം എന്നൊക്കെ പറയുമ്പോ മമ്മൂട്ടി മോഡൽ കാണിട്ടില്ല. മമ്മൂട്ടി മോഡലല്ല, എവിടെ കക്ഷം കാണിക്കും? ശരിയാ ശരിയാ ശരി. മമ്മൂട്ടി മോഡൽ കാണിക്കില്ലേ? നടന്മാരെ കാണിക്കണ്ടേ? നടിമാരെ കാണിക്കാത്തുള്ളൂ. അല്ല, അതൊരു ഇൻജസ്റ്റിസ് ആണ്. നടന്മാർക്ക് എന്ത് കാണിക്കാം? നടന്മാരെ എല്ലാ കഷ്ടവും എല്ലാം കാണിക്കണ്ടേ? പൃഥ്വിരാജായാലും, ഇടയ്ക്ക് കയറി വർത്താനം പറയാതെ, മോഡലായാലും എല്ലാ അണ്ണന്മാരും എല്ലാ ഇക്കമാരും കഷ്ടം കാണിക്കുന്നുണ്ട്. പക്ഷെ പെണ്ണടി സ്ക്രീൻ നടിമാർക്ക് കാണിക്കാൻ പറ്റില്ല. അത് ഇൻജസ്റ്റിസ് ആണ്. നെഞ്ചും കാണിക്കുന്നുണ്ടല്ലോ, എല്ലാം കാണിക്കുന്നുണ്ട്. അവർ ഷേവ് ചെയ്ത് ഒരിക്കലും കാണിച്ചിട്ടില്ല. അവരെപ്പോഴും കാണിക്കുന്നുണ്ട്, രോമ കാണിക്കുന്നുണ്ട്. സ്ക്രീൻ നടിമാർ കാണിക്കാൻ പാടില്ല. എന്ത് പരിപാടിയാ അത്? പണ്ടുള്ള നടിമാർക്ക് എന്തുകൊണ്ട് കാണിച്ചോട്ടാ? അതെനിക്ക് മനസ്സിലാവില്ല. വുമൺ എംപവർമെന്റ് ആണ്. നടിമാർക്ക് കാണിക്കാൻ പറ്റും, നടന്മാർക്ക് കാണിക്കാം. എന്ത് പരിപാടി അത്? അതിന് മനസ്സിലാവാത്ത ഇവിടെ എല്ലാ നടന്മാരും കഷം കാണിക്കും. കഷത്തില് രോമം ഉണ്ടാ, പക്ഷെ നടിമാർ കാണിക്കാൻ പാടില്ല. എന്ത് പരിപാടിയാണ്? നെഞ്ചത്തൊക്കെ നെഞ്ച് കാണിക്കും, ആണുങ്ങളൊക്കെ നെഞ്ച് കാണിക്കും, പക്ഷെ പെണ്ണുങ്ങളെ നെഞ്ച് കാണിക്കത്തില്ല. പെണ്ണുങ്ങൾ നെഞ്ചില്ലാത്തോണ്ടായിരിക്കും. അത് ഒബ്സർവേഷൻ ആണ്. എന്നാ നെഞ്ചിനെ പാട്ട് പാട്ടും പാടും. തമിഴ് ഹിന്ദിയിലല്ല. ഷാറുഖ് ഖാൻ അമീർ ഖാൻ, സൽമാൻ ഖാൻ, ഷാറുഖ് ഖാൻ അമീർ ഖാൻ പാട്ടിൽ വിടുവോ? ഷാറുഖ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ, പൂജപ്പുരവിയൂര് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ഇതൊരു അനീതിയാണ്. മലയാള സിനിമയിൽ നടക്കുന്ന അനീതിയാണ്. സിനിമാ ഫീൽഡിൽ എത്ര നടിമാർ ആത്മഹത്യയിലുണ്ട്. ഈ ഹേമ കമ്മിറ്റി എവിടെ പോയി? ഹേമ കമ്മിറ്റി എവിടെ പോയി? ഹേമ കമ്മിറ്റി പോയി. ഇനി ഒരു കാര്യമുള്ളൂ, സ്ത്രീകളുടെ സൗന്ദര്യത്തിനകത്ത് ഈ ഹെയർ ഒക്കെ അവർ കൈയും കാലും ഒക്കെ റിമൂവ് ചെയ്യാറുണ്ട്, വാക്സ് ചെയ്യും. അതിനോട് എന്താണ് ഓരോരുത്തർക്കും ഓരോ സെക്സ്വൽ ഫാന്റസിയാണ്. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങൾക്ക് തോന്നുന്നില്ല അയാൾക്ക് തോന്നുന്നു. ആ ഓരോരുത്തർക്കും ഒരു ഫാന്റസിയാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ സെക്സ്വൽ ഫാന്റസി എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് അങ്ങനെ സ്ഥായിയായിട്ട് നിൽക്കുന്ന സാധനമല്ല. എനിക്ക് പണ്ടുപോലെതായ അത് മാറും, കിട്ടാത്തോണ്ടാ. സൈക്കിളോട്ടുമ്പോ എനിക്ക് ഇതാവും. അതല്ല, എനിക്ക് പിന്നെ പലതും ഞാൻ ബീച്ചിൽ പോയിരുന്നപ്പോ മലയാള സൈക്കിളോട്ട് ഇഷ്ടമാണോ? മലയാള സിനിമയിലെ നായികന്മാര് രോമപോലെ കഷ്ടം കാണിക്കുന്നു, പിന്നെ നായികമാര് കാണിക്കുന്നില്ല. ഞാൻ പറയുന്നതല്ല, അടുത്ത കൗണ്ടർ പോയിന്റ് ചർച്ച ചെയ്യേണ്ട ടോപ്പിക്കാണ്. ഇവിടെ പറയുന്ന പൊതുവായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതായത് ഈ സെക്ഷൽ ഫാന്റസി എന്ന് പറയുന്ന സാധനം അങ്ങനെ സ്ഥിരമായിട്ട് ഇരിക്കത്തില്ല. താൻ പറയുന്ന ഹെയർ വേണമെന്ന് തോന്നും, കുറച്ച് സമയം അത് വടിക്കണമെന്ന് തോന്നും, ചിലപ്പോ മെലിഞ്ഞത് തോന്നും, ചിലപ്പോ തടിച്ചത് തോന്നും, നിർബന്ധമൊന്നുമില്ല. ശരിക്കും നേച്ചർ പ്ലഷറും വേണ്ട പെയിനും വേണ്ട, ഇല്ലാണ്ടാണ് മാത്രം. അത് നേരത്തെ അത് വിട്. അങ്ങനല്ല, താൻ ഇത് എപ്പോഴും പറയാറില്ല, അത് ഇനിയും പറയണ്ട. 3-4 പ്രാവശ്യമായി പറയുന്നു. എപ്പോഴും ഇത് തന്നെ പറയുക. പറയുന്ന കാര്യം പറഞ്ഞല്ലോ, താൻ ഇങ്ങനെ കാണിച്ചാലോ അതൊന്നും വിഷയമല്ല.
താൻ അത് കറക്കി എടുത്ത് എനിക്ക് മൂക്കിനാണ് സെക്സ് വിടണം വേറെ സെക്സ് വിടാമോ? സെക്സിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. താനാ സംസാരിച്ചത്. സെക്സ് വിടാൻ പറ്റില്ല. സെക്സ് വിടാൻ പറ്റില്ല. സെക്സ് സെക്സ് വിടാൻ പരിപാടിയില്ല. അതാ പറഞ്ഞത്. സെക്സ് ഷട്ടറല്ലേ ഇത് ഇങ്ങോട്ട് ഇൻകറക്റ്റ് ആണെങ്കിലോ ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ഹരാസ്മെന്റ് ആണ്. ലൈക്ക് ഒരാളെ കോമഡി ആണെന്ന് താൻ വിചാരിക്കുന്നത്, പക്ഷെ അങ്ങനെ അല്ലത്. കോമഡി ടോർച്ചറിങ് കോമഡി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കോമഡി കാണുന്നത്. തന്റെ കോമഡി എങ്ങനെയുണ്ട്? കോമഡി കോമഡി ആണല്ലോ ഒന്ന് വിലയിരുത്തുക. ഉദ്ദേശം നല്ലതാണോ അല്ലയോ എന്നുള്ളതല്ല. അതല്ല ഉദ്ദേശം നല്ല അത് പറ്റില്ല. മണ്ണെന്ന് വിളിക്കും. മണ്ടെന്ന് ഒരാളെ അയാളുടെ മുഖത്ത് നോക്കി മണ്ടാന്ന് വിളിക്കുക. ഒരാളെ പൊട്ടെന്ന് പറയാ. ഒരാളെ കണ്ണ് കാണാൻ പാടില്ലാത്ത കണ്ണ് പൊട്ടെന്ന് വിളിക്കുക. ഞൊണ്ടെന്ന് വിളിക്കുക. അതാ പറഞ്ഞത്. ഇത്തരത്തില് ആളുകളെ അവഹേളിക്കുന്ന തരത്തിലുള്ള മനുഷ്യരെ അവഹേളിക്കുന്ന തരത്തിലുള്ള മാനസിക നിലയുള്ള താങ്കളെ ഞാൻ ഈ നിമിഷത്തിൽ തമാശ തമാശ എടുക്കില്ല. അങ്ങനെ തമാശ എടുക്കില്ല. ഇത് തമാശയല്ല. ആളുകളെ വിളിച്ചു വരുത്തി ഇരുത്തി വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന നടപടിയാണ് താങ്കൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതൊരു സാമൂഹികമായി ഇത്തരം ഒരു സാമൂഹിക പാടിൽ ഇത് അനുവദനീയമല്ല എന്നുള്ളത് രാഷ്ട്രീയം എല്ലാവർക്കും ഉദ്ദേശം മനസ്സിലാക്കണം. ഒരു സിനിമയുടെ ബീജം ഉണ്ടാവുന്നത് അല്ല, സിനിമയുടെ സ്ക്രിപ്റ്റിന്റെ കഥയുടെ ബീജം ഉണ്ടാവുന്നത് സ്ക്രിപ്റ്റ് റൈറ്ററിലാണ്. ബീജം സിനിമയുടെ ബീജോ സിനിമയ്ക്ക് ബീജോ. അതേപോലെ എന്റെ ഉദ്ദേശം നല്ലതാണ്. ഇയാളുടെ ഉദ്ദേശം എല്ലാം നല്ലതാണ്. എന്റെ ഉദ്ദേശം നല്ലതാണ്. ഞാൻ നിങ്ങളിൽ ഒരു ഇന്റലക്ച്വൽ കൊമേഡിയനെ കാണുന്നു. അത് കൂടുതൽ ഉണ്ടാക്കണ്ട. ഇനി കോണോടിപ്പിക്കണ്ട. മതി ഇന്റലക്ച്വൽ കൊമേഡിയനാണ്. അത് നമുക്ക് ടോപ്പിക്കിലേക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ടോ? ഒരു വെറൈറ്റിയാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് അല്ലെ വിഷയത്തിൽ ഈ ചളി വ്യത്യാസമുണ്ട്. ഇവിടെ പല നടിമാരും നടന്മാരെ പല ആൾക്കാരും പറയുന്ന വിറ്റ ചളി ഇറക്കും. പക്ഷെ നിങ്ങളുടെ വിറ്റിനാണ് ബുദ്ധി വേണം. അപ്പൊ നിങ്ങൾ ഇന്റലക്ച്വൽ കൊമേഡിയനാണ്. മുഴായാണ് ആരെ സൂചിപ്പിക്കാൻ വേണ്ടി ഒന്നല്ല. രണ്ട് വിറ്റാണ്. അല്ല ചളിയല്ല ജോ അങ്ങനത്തെ അല്ല. Thank you very much. Thank you very much. Thank you so much. Thank you so much അല്ല, താങ്ക്സ്. അത് കൊള്ളാം. താങ്ക്സ്. തന്റെ ചളിയാണ്. തന്റെ ചളി പക്ഷെ ഇയാള് വിറ്റാണ്. അത് മനസ്സിലായി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യത്തെ മുഖം വികൃതമാണ്. നീശ പറഞ്ഞിട്ടുണ്ടോ? സത്യത്തെ മുഖം വികൃതമാണ്. നിങ്ങൾക്ക് ഒരു ഇന്റലക്ച്വൽ ടച്ച് ഉണ്ട്. ഇങ്ങനത്തെ അതില്ല. ഇങ്ങനെ കണ്ടെങ്കിൽ ഷാറുഖ് ഖാൻ ഓർമ്മ വരുന്നത്. ഇങ്ങനെ കാണാം ഷാറുഖ് ഖാൻ. എല്ലാ പെണ്ണുകളും ഉള്ളിൽ പറയാതെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ആണുങ്ങളുടെ വികാരം മനസ്സിലാവില്ല. പെണ്ണുങ്ങളുടെ വികാരം മനസ്സിലാവും. അതുപോലെ ആണുങ്ങളുടെ വികാരത്തിന് ഇയാളെ മനസ്സിലാക്കണം. ആണുങ്ങളുടെ വികാരം ഒന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. പെണ്ണുങ്ങളുടെ വികാരം അതിന് മനസ്സിലാവും. പെണ്ണുങ്ങളുടെ വികാരം, പട്ടികളുടെ വികാരം, പൂച്ചകളുടെ വികാരം. പൂച്ചയുടെ ഇല്ല. പട്ടിയുടെ വികാരം ആനയുണ്ട്. പൂച്ചക്ക് എന്ത് സ്നേഹമുള്ളതാ. പൂച്ച ഒരു കൺട്രിയാണ്. പൂച്ച ലവേഴ്സ് എല്ലാരും ഒന്ന് അണ്ണനെ. പൂച്ചയെ ആരും വളർത്തുവോ? വളർത്താൻ പട്ടി വളർത്തണം. പട്ടിക്ക് സ്നേഹമുള്ളൂ. പൂച്ചക്ക് സ്നേഹമില്ല. അതെ, പൂച്ച എന്ന് പറഞ്ഞ സാധനത്തിന് പൂച്ച കുറച്ച് ഒരു എന്താ പറയുന്നത്, ഒരു കമ്പനിക്കാരനെ പോലെ ബിഹേവ് ചെയ്യുള്ളൂ. അല്ലാതെ ഈ അടിമത്തം ഇല്ല പൂച്ചക്ക്. മനസ്സിലാവും. ഇങ്ങനെ വന്ന് കിടന്ന് ഇങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്ത് Don't play with dogs. Dogs are my weakness. പട്ടികൾ കളിക്കരുത്. പട്ടികൾ കളിക്കരുത്. പട്ടികൾ വരാൻ പാടില്ല. പെണ്ണ് കഴിച്ചാൽ പട്ടി കത്തിക്കില്ല. അറിയോ? പെണ്ണ് കത്തിക്കും പക്ഷെ പട്ടി കത്തിക്കില്ല. അറിയോ? അതുകൊണ്ടാണ് സായിപ്പിനും അതായത് ബുദ്ധിയുണ്ട്. അവർ മക്കളെ വളർത്തില്ല. അവർ പട്ടിയെ വളർത്തുള്ളൂ. മക്കളെ വളർത്തില്ല. നിങ്ങൾ മക്കളെ വളർത്തിൻ്റെ കാര്യം ഇത് ലേറ്റസ്റ്റാ.
നല്ല സാധന ഈ പട്ടി ബുദ്ധി ഉണ്ടായതുകൊണ്ടാണ് പട്ടിയെ വളർത്തുന്നത്, മക്കളെ വളർത്തുന്നില്ല. ഒന്നുകൂടെ പറയാന്ന് പറഞ്ഞത് അതെന്തായാലും നന്നായിട്ടുണ്ട്. നല്ല പുതിയൊരു പട്ടി വളർത്തുന്നത്. ഒരു പട്ടി കാണിക്കാൻ സ്നേഹം ഒരാൾ കാണിക്കില്ല. നമ്മൾ ഈ പട്ടിന് വേണ്ടി വെച്ച് ആക്ഷേപിക്കരുത്. പട്ടി എന്ന് പറഞ്ഞാൽ ഒരു എന്താ ഷേക്കർ ക്രീച്ചർ. ആനയാണോ? പട്ടി എന്ന് പറഞ്ഞാൽ ഷേക്കർ ക്രീച്ചറാണ്. പട്ടി ഏതാ സ്നേഹം വരാതെ തരില്ല. പശുവിനെ പോലെ ഒരു പട്ടി എന്ന് പറയാം. മനുഷ്യരും മൂഡ് ഔട്ട് ആവും, പക്ഷെ പട്ടി മൂഡ് ഔട്ട് ആവില്ല. പട്ടിക്ക് ആകെ പുതിയൊരു പട്ടി മൂടോട്ട് ആകത്തില്ല. എന്നിട്ട് പട്ടിക്കൊക്കെ ഡിപ്രഷൻ വരും. എന്റെ പട്ടിക്ക് ഡിപ്രഷൻ ഉണ്ട്. അടച്ചിട്ടേക്കോ എന്താ സ്നേഹം അറിയോ? നിവർത്തികേട്. ഞാൻ ഡെയിലി പുറത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. തുടങ്ങിയോ? അത് നന്നായി. കൂട്ടിനകത്ത് അടച്ചിട്ടേക്കോ? എന്റെ പുള്ളിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പട്ടി വളർത്താന്ന് പറഞ്ഞാൽ തന്നെ തീർന്നു. എന്ത് കേറ്റാൻ പാടില്ല. അവിടെ പാമ്പുണ്ടോ? എന്റെ പറമ്പിൽ പാമ്പുണ്ട്. എന്റെ പറമ്പിൽ ലോകത്ത് മുഴുവൻ പാമ്പുണ്ട്. ഞാൻ ബാബ സുരേഷ് അന്വേഷിച്ച് നടക്കുകയാണ് പാമ്പിനെ പിടിക്കാൻ വേണ്ടി. വാവ സുരേഷിനെ അറിയുന്നവരോ അല്ലെങ്കിൽ വാവ സുരേഷ് അണ്ണന്റെ വീട്ടിൽ നിന്ന് പാമ്പിനെ പിടിക്കുന്ന ഭയങ്കര ഒരു വൈറൽ സംഭവമായിരിക്കും. ആ സംഭവമായിരിക്കും. എങ്കിൽ പിന്നെ വാവ സുരേഷ് വരട്ടെ. വേറെ പാമ്പ് പിടുത്തക്കാർ ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ അണ്ണന്റെ വീട്ടിൽ ഒന്നും പാമ്പിനെ പിടിക്കാവോ? താൻ പാമ്പിനെ കണ്ടോ? ഞാൻ കണ്ടു. എവിടെ? ഒരു മൂർഖൻ ഇങ്ങനെ കണ്ടു. മൂർഖൻ മൂർഖൻ പറഞ്ഞു. സ്കിന്ന് കണ്ടു, അതിന്റെ സ്കിന്ന് കണ്ടു. മനസ്സിലായത് മൂർഖനാണ്. ടോപ്പിക് ഡിബേറ്റ് ചെയ്യാം. അപ്പൊ പെണ്ണ് കഴിച്ചാൽ പട്ടി കത്തിക്കില്ല. അത് എഴുതപ്പെട്ടാണ്. നമുക്ക് ഇവിടെ എഴുതാം. അണ്ണൻ എഴുതട്ടെ. ഇത് വിത്തല്ല, ഇത് വളപ്പാണ്. ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ ഗേൾ ഫ്രണ്ട് ഒന്നും വേണ്ട, പട്ടിയെ വളർത്തുക. അത് നടക്കില്ലട്ടോ. പട്ടി അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അണ്ണൻ സ്നേഹിച്ച് വ്യത്യാസമുണ്ട്. അങ്ങനെയാണല്ലോ അയാൾ അങ്ങനെ. പക്ഷെ പട്ടിനാണ് ലവ് മാത്രമേ ഉള്ളൂ. ഓൺലി ലവ്. നിങ്ങൾക്ക് ലവ് മാത്രം മതിയെങ്കിൽ പട്ടി വളർത്തുക. മനസ്സിലായില്ലേ? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അത് വേറെ വീഡിയോ. എന്നാ വേറെ അടുത്ത എമ്പുരാൻ. അല്ല എമ്പുരാൻ 2 എന്ന് എഴുതി. എമ്പുരാൻ 1 അല്ലേ ഉള്ളൂ. മറ്റേ ലൂസിഫർ അല്ല. ലൂസിഫർ 2 ആദ്യം വെച്ചിട്ട് എമ്പുരാൻ എഴുതിയേക്കണത്. അങ്ങനെ ഇതൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് മനസ്സിലാക്കണം. ഡീകോഡ് അറിയില്ലേ? ഇംപ്രവൈസ് ചെയ്യാൻ സമ്മതിക്കില്ല. അല്ലേ മോഹൻലാൽ അങ്ങ് ഇംപ്രവൈസ് ചെയ്തേനെ. മോഹൻലാലും ജഗതി ഇംപ്രവൈസ് തുടങ്ങി എന്നാ അടിപൊളി അറിയാം. കണ്ടത് കുറച്ച് നാളും പറഞ്ഞ് ഇറക്കിയായിരുന്നു. ജഗതി മോഹൻലാൽ കൗണ്ടർ ഇറക്കിയ ഭയങ്കരമാണ്. കൗണ്ടറിന്റെ കളിയാണ്. വേറെ സംഭവം ഉണ്ടായി. എന്നാന്നറിയോ ഡെന്നിസേ, ഈ മോഹൻലാലിനെ പറ്റി ഈ ആരാധകരുടെ ഒരു പറച്ചിലുണ്ട്. സംവിധായകൻ മോശമായതുകൊണ്ടാണ്, സ്ക്രിപ്റ്റ് മോശമാണ് മോഹൻലാലിന്റെ പെർഫോമൻസ് ശരിയാവാൻ. മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്തെല്ലാം കഴിഞ്ഞപ്പോ ആ പ്രശ്നം അങ്ങ് തീർന്നു. ഇനിയിപ്പോ അത് പറയാൻ പറ്റത്തില്ല. മോഹൻലാലിന്റെ അഭിനയം ഇതൊരു മോശമായിട്ടില്ല. ഇത്രയും കൊല്ലം പറഞ്ഞ എല്ലാം തെറ്റിച്ചിടാ പുള്ളി. ഏതൊക്കെയുള്ള ഒരു ഓവർ ആക്ടിങ് വന്നിട്ടുണ്ട്. വേറൊരു കാര്യം പറയട്ടെ, ഈ മോഹൻലാൽ ഈ ബോട്ടോക്സിന് ശേഷമുള്ള മോഹൻലാലിന്റെ അഭിനയം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം കാണാൻ പറ്റും. ഞാനത് അതൊരു നല്ല സാധനമാണ്. അതായത് പുള്ളി ഇങ്ങനെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് അല്ലേ. ഈ പുള്ളി ഇങ്ങനെ നിന്നിട്ടെ പുള്ളി പല സാധനങ്ങളും പുള്ളി ചെയ്യുന്നുണ്ടാവും ചിലപ്പോ മുഖത്തെ. പക്ഷെ ഈ സാധനം പുറത്തു വരില്ലല്ലോ. ഇയാളിങ്ങനെ നിൽക്കും കുറച്ചേരം ക്യാമറയുടെ ഫ്രണ്ടില് ചില സാധനമൊക്കെ ഇട്ടിട്ട്. പുള്ളി നിന്ന് അഭിനയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സാധനം വന്നില്ലല്ലോ, പുറത്തോട്ട് വന്നില്ല. പുള്ളി പ്രകടനം നടത്തുന്നുണ്ട്. മോഹൻലാലിന്റെ ബോട്ടോക്സ് കളിച്ചിരിക്കുന്ന മമ്മൂട്ടിയാണ്. അത് ആന്റണിയാണ്. ആന്റണി അല്ല, മമ്മൂട്ടിയാണ്. മോഹൻലാലിനെ ഒന്നും ചെയ്യാൻ പുറത്തുനിന്ന് ആളുടെ ആവശ്യമില്ലല്ലോ. മോഹൻലാലിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ മമ്മൂട്ടി ആന്റണി തമ്മിൽ ഭയങ്കര അടുപ്പമാണ്. അപ്പൊ അവർ രണ്ടും ചേർന്ന് പരിപാടിയാണ്. അല്ലല്ല, ജോർജ് ആന്റണിയും തമ്മിൽ അടുപ്പം. ജോർജ് ആന്റണിയും ഇവര് 2 ക്രിസ്ത്യാനികളാണല്ലോ. ഇവിടെ ഉള്ള അത് വേറൊരു പരിപാടിയാണ്. ഞങ്ങൾ കാസ വഴി ഞങ്ങൾ നടത്തുന്ന ഒരു പരിപാടിയാണ്. കാസ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു സംഘടനയുണ്ട്. ഞങ്ങളുടെ ഒരു സംഘടനയാണ്. അപ്പൊ ആ സംഘടന വഴി ഞങ്ങൾ ഇവിടെ ഉള്ള അല്ലെങ്കിൽ എവിടെ രൂപ ഡിസ്കൗണ്ട് കിട്ടും പറഞ്ഞു പോയതാണ്. എനിക്ക് എന്താ പരിപാടി എന്ന് മനസ്സിലായിട്ടില്ല. ഇത് ഞങ്ങൾ ജോർജിനെയും ഇയാളെയൊക്കെ ഇവരുടെ കൂടെ വിട്ടേക്കണേ. വിട്ടിട്ട് കുറച്ചാൾ കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നത് ഗ്രാജുവലി ഇവരെ പൊളിക്കും. എന്നിട്ട് ഞങ്ങൾ കുഞ്ചാക്കോനെ കൊടുത്ത് സൂപ്പർ സ്റ്റാർ ആക്കി. മനസ്സിലായി? നിവിൻ പോളി നോക്ക്, പുതിയ എല്ലാം നോക്കും. നിവിൻ പോളി, ടൊവിനോ, മറ്റവൻ ബേസിൽ ജോസഫ്. അവന്റെ അപ്പനാണെങ്കിൽ അച്ഛൻ
ഞങ്ങള് കാണിച്ചു തരും. ബേസിൽ ജോസഫ് അങ്ങനെ ഭയങ്കര നമ്മളിത് കാത്തലിക് ഒരു ക്രിസ്ത്യൻ സാമ്രാജ്യത്തിലേക്ക് മാറ്റമാണ് കേരളത്തെ. അങ്ങനെ ഒരു ഇതാണ് ഞങ്ങളുടെ ഒരു ഇത്. പോട്ടെ, ഓൺലൈനിൽ ഇപ്പൊ സ്റ്റാർ അയക്കുന്ന അലിൻ ജോസ്, സന്തോഷ് വർക്കി, അലിൻ ജോസ്, ഷൈൻ ടോം ചാക്കോ. അല്ല, ഇവിടെ ഓൺലൈനിലാണെ പോലും ഷെയ്നികത്തിനെ ഞങ്ങൾ പതുക്കെ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യനാണ്. എളുപ്പമാണ് കൺവേർട്ട് ചെയ്യാൻ. വിജയ ക്രിസ്ത്യനാക്കിയില്ലേ? വിജയ് തമിഴില് നമ്മൾ വിജയനെ വിട്ടിട്ടുണ്ട്. അവിടെ പാർട്ടി തുടങ്ങി. പാർട്ടി ഉണ്ടാക്കിയിട്ട് പതുക്കെ മറ്റേ കുരിശൻ കൊന്തൊക്കെ എടുത്തു വെക്കും. മോനെ സൗത്ത് ഇന്ത്യ നമ്മള് പിടിക്കാൻ തീരുമാനിച്ചു. നമ്മൾ ക്രിസ്ത്യൻ വൈബിലോട്ട് മാറ്റും. ബോളിവുഡാ വക്കഫിനാണ് നമ്മൾ എടുക്കണം അതിനകത്ത്. ബോളിവുഡില് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. എമ്പുരാന്റെ ടീച്ചർ കണ്ടിട്ട് തനിക്ക് എന്താ തോന്നിയേ? എമ്പുരാന്റെ എമ്പുരാൻ കണ്ടിട്ട് എനിക്ക് ആ ടീച്ചർ കണ്ടിട്ട് എനിക്ക് തോന്നിയത് എടോ ഇതിപ്പത്തി, അതായത് ഇയാള് ഇപ്പൊ കണ്ട പരിപാടി ഉണ്ടല്ലോ, ആ ടീച്ചറിനകത്ത് കണ്ട മൊത്തം പരിപാടി, ആ പരിപാടി ട്രെയിലർ അതിനകത്ത് കണ്ട എന്തെങ്കിലും ആവട്ടെ ട്രെയിലറാണോ ടീച്ചറാണോ? ടീച്ചർ ഓക്കെ, ടീച്ചർ ശരിയായില്ലേ? കറക്റ്റല്ലേ? സാധനം അറിയും. ഒരു വീഡിയോ നിങ്ങൾ കൊണ്ടുപോയതിനാ എന്തെങ്കിലും ചെയ്യും. അത് എക്സ്പ്ലെയിൻ ചെയ്യാം, ഒരു മിനിറ്റ്. അപ്പോ ഈ പറയുന്ന സാധനം കണ്ടു. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ ഓക്കെ. അപ്പൊ എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിലായെന്താ പറയാം, അതായത് ഇത് ഈ പടത്തിനകത്ത് ആകെ ഒരു 10 മിനിറ്റിനകത്ത് മാത്രം വരുന്ന പോർഷൻസ് ആണ് നമ്മൾ ഈ കണ്ടത്. മൊത്തം ഒരു 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ ഇപ്പൊ കണ്ട ഈ പരിപാടി. ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതാണ്ട് മറ്റേ ആർണോൾഡ് ഷ്വാസ്നഗർ തോക്കായിട്ട് മറ്റേ പരിപാടി പോലെ വേറെന്തോ പരിപാടി നടക്കാൻ പോണെന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നുമല്ല, ഇതൊരു 10 മിനിറ്റ് വരെ ചിലപ്പോൾ അവസാനമൊക്കെ നടക്കാൻ പോണ പരിപാടിയായിരിക്കും ഇത്. അതിന് മുമ്പ് പിന്നെ മോഹൻലാൽ ഇങ്ങനെ സ്ലോ മോഷനിൽ പോണതും പഞ്ച് ഡയലോഗ് പറയുന്നതും കുറെ ഹിന്ദി നടന്മാരെയൊക്കെ കയറ്റും. പൃഥ്വിരാജിന്റെ നോർത്ത് ഇന്ത്യൻ കോൺടാക്ട്സ് ഒക്കെ വെച്ചിട്ട് ബോളിവുഡ് കോൺടാക്ട്സ് ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ കുറച്ച് ടീമുകളൊക്കെ ഇറക്കും. അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ എടുത്തിട്ട് കുറച്ച് ഹിന്ദി ഡയലോഗ് ഉണ്ടാവും. സഞ്ജയത്ത് ഉണ്ടാവാൻ സാധ്യത. പാട്ട് പാടിയല്ലോ അവിടെ പോയി. കാണും. അതെ സഞ്ജയത്തിന്റെ അടുത്ത് പോയിട്ട് അത് സൂപ്പർ ആയിരുന്നു. ആ വീഡിയോന്റെ ഇത് മിസ്സായി പോയി. മോഹൻലാൽ ശരിക്കും ഒരു കുഞ്ഞാവ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ഫോണൊക്കെ പിടിച്ച്. അത് മോഹൻലാൽ പാടിയ വീഡിയോ തോന്നുന്നു സഞ്ജയത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അവിടെ ചെന്ന് നിൽക്കുന്നു. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഏതോ പടത്തിന് ഷൂട്ടിങ്ങിന് വണ്ടി അടുപ്പുണ്ട്. അപ്പൊ ഈ പറഞ്ഞപ്പോ നമ്മള് ടീച്ചറിൽ നമ്മൾ കണ്ടിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് 15 ഈ സിനിമയിൽ ഒരു 15 മിനിറ്റിനകത്ത് മാത്രം വരുന്ന പരിപാടി എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കറക്കി വിട്ടേക്കണം. അപ്പൊ ഇത് കാണുമ്പോഴേക്കും ആൾക്കാർ വിചാരിക്കും ഇതെന്തോ വേറെന്തോ പരിപാടിയാണ്. നടക്കത്തില്ല, അതാണ് നടക്കാൻ പോകുന്നത്. താൻ നോക്കിയോ? ബാക്കി സമയം മൊത്തം ഇയാളെ ഡയലോഗും കേൾക്കണം, പൊട്ടത്തരം കാണണം. മോഹൻലാലിന് ലൂസിഫിലും ഫേസ് കുറവായിരുന്നു, ഇല്ലും ഫേസ് കുറവായി. എല്ലായിടത്തും മോഹൻലാലിന് വന്നിട്ടില്ല. മോഹൻലാലിനെ പോലെ ആവശ്യമില്ലടോ. ഇനി മോഹൻലാലിന് ആവശ്യമില്ലൂടെ? 3 പേര് മോഹൻലാൽ ഫാൻസായി. ഞാൻ പണ്ട് ദൈവവിശ്വാസിയായിരുന്നു. അപ്പോഴോ താനോ? ആ ഒരു കടപ്പാട് വേണം. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ച കടപ്പാട് വെക്കാൻ പറ്റില്ല. ഞാൻ സ്കൂളിൽ പഠിച്ചായിരുന്നു, അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകണല്ലോ. അതല്ലേ നമ്മൾ 3 വീണ്ടും സ്കൂളിൽ പോയിരുന്നു പഠിക്കണമെന്നാണ്. ഞാൻ കിടന്ന് മുള്ളുമായിരുന്നു ചെറുപ്പത്തിൽ, കിടന്ന് തൂറുവായിരുന്നു. മോഹൻലാൽ ഫാനുമായിരുന്നു. തൂറണം ഇപ്പൊ തൂറുണ്ടല്ലോ, ഇപ്പൊ ടൂറില്ലേ, ഇപ്പൊ ബുള്ളില്ലേ, എന്തുകൊണ്ട് പോലെ ഫാനല്ല. അത് പറയണോ ഞാൻ തൂറിട്ട് ബുള്ളിട്ട് ഒരു പോലെ ഫാനല്ല. ഡെയിലി തൂറും. മോഹൻലാൽ ഫാൻസ് കിടന്നാ തൂറുകയും മുഴുവൻ ചെയ്യുന്നത് ഇപ്പോഴും. ഞാൻ തൂറുന്നത് ഞാൻ എഴുന്നേറ്റ് പോയി ടോയ്ലറ്റിൽ പോയിട്ട് ഞാൻ തൂറിയിട്ട് മോഹൻലാൽ ഫാൻസ് തിരിച്ചു വരും. മോഹൻലാൽ ഫാൻസ് ഇപ്പോഴും കിടന്ന അവസ്ഥയാണ്. 90-ൽ ആദ്യം ആ സമയത്ത് മോഹൻലാൽ അടിപൊളിയായി. അന്ന് മോഹൻലാൽ ചെയ്യാത്ത എന്താ മോനെ അതൊക്കെ പോട്ടെ, അത് ഇവിടെ ഇനി അത് തന്നെ പറയും. അത് വിട അത് തന്നെ പറയും. ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. കഷ്ടമായി. അപ്പൊ ഈ ടീച്ചർ കണ്ടിട്ട് പലരും വിളിച്ചു ഓരോന്നൊക്കെ പറയുന്നുണ്ട്. നല്ല പരിപാടി നടക്കാൻ പോവാ. നല്ല അറിയേക്കും ഈ പ്രാവശ്യം. ഫാൻസി ഡ്രസ്സാണ് എവിടെ മഞ്ചേരിയിലെ ഫാൻസി ഡ്രസ് എവിടെ ആൾക്ക് വരാൻ പറ്റില്ല. ഷാനിയ അയ്യപ്പൻ. അത് അവരുടെ ഇഷ്ടം. ശരിയാണല്ലോ. നിങ്ങൾ ശരിയാണോ? അപ്പൊ അവളെന്താ പറഞ്ഞ
അവളെന്ത് കാണിച്ചോട്ടെ, അവളെ ഞങ്ങൾക്ക് പറയാം. താൻ അവളെ പറ്റി പറഞ്ഞു. അന്ന് പേടിക്കേണ്ട ആവശ്യം എന്താണ്? അവളെന്തോ കാണിച്ചു അതെന്താ ബിക്കിനി ഫോട്ടോഷൂട്ട് ഇതൊക്കെ കാണിക്കുന്നില്ലേ? പിന്നെ ഫാൻസി ചാഞ്ചോടൊപ്പം ഫാൻസിനാ അത് ഹോളിവുഡ് കൾച്ചറാണ്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തിനാ ഇവര് ഫാൻസി ഡ്രസ് കാണിക്കാൻ എന്താ കുഴപ്പം? അത് എന്റർടൈൻമെന്റ് ആണ്. ഫാൻസി ഡ്രസ് ആയിക്കോട്ടെ, അവര് വരുന്നില്ല, അതിനെന്താ? അവരും ജാടയാണ്, വെറും ജാട. എടാ അവക്ക് താല്പര്യമില്ല, പേടിയാവുന്നു വരെ ഫാൻസി ഡ്രസ് എന്നെ പേടിക്കേണ്ട ആവശ്യം. അയാൾ പേടിച്ചാണ്. ഒരു പെണ്ണുണ്ണിയാണോ? ഞാനൊരു പെണ്ണുണ്ണിയാ. എടാ അവള് പറഞ്ഞ യാതൊരു അടിസ്ഥാനവും അതാണോ ഇനി അവള് സ്ലീവ്ലെസ് വല്ലതും ഇട്ടോണോ വന്നേ? അതായിരിക്കും ഇന്ന് ഇളകിയത്. ഇവിടെ അയ്യപ്പൻ ബിക്കിനിയിൽ നിൽക്കുന്നതിനെ കുറിച്ച് പറയാം. അതെ അതെ, അയ്യപ്പന്റെ ആംപിറ്റിനെ കുറിച്ച് പറയാൻ പാടില്ല. നിയമം അങ്ങനെയാണ്. അങ്ങനല്ല ഞാൻ ചോദിക്കുന്നതല്ല. അവര് സ്ലീവ്ലെസ് ഇട്ടോണ്ടാണ്. ഇപ്പൊ മനസ്സിലായി, എനിക്കിപ്പൊ മനസ്സിലായി. എടാ ഞാൻ അവരെ കണ്ടതാ, ഞാൻ കൊച്ചിനെ കണ്ടോ. അങ്ങനൊന്നും ഇല്ല. സൈസ് പോലും കുറഞ്ഞൊരാള് അങ്ങനൊന്നും അല്ല. അതൊന്നും അല്ല കാര്യം. ഇതേക്ക് എനിക്ക് തോന്നുന്നു സാനി അയ്യപ്പൻ ഇത് പറഞ്ഞപ്പോ സ്ലീവ്ലെസ് ആയിട്ടിരുന്നു. അവത്തെ തുടങ്ങിയാന്ന് തോന്നുന്നു. അതാണോ സത്യം? പറ. സ്ലീവ്ലെസ് ആയിട്ട് ഇന്ന് പ്രശ്നം. പണ്ടുപോലെയുള്ള ടോപ്പിക്കാ. പോട്ടെ, അങ്ങനെ പറഞ്ഞു. സാനി അയ്യപ്പന് ഈ പറഞ്ഞ പരിപാടി കാണാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് എന്താ കുഴപ്പം? അതല്ല, ഒരു പുച്ഛം അവർക്ക്. വണ്ടിയ തിയേറ്ററിൽ വരുന്ന ഫാൻസി ഡ്രസ്സിന് ആൾക്കാരുടെ ഒരു പുച്ഛം. ആ പുച്ഛന്റെ ആവശ്യമില്ല. ഞാൻ വീഡിയോ അവര് പുച്ഛിച്ചോട്ടെ, ഞാൻ തിരിച്ചു പുച്ഛിച്ചു. ആണുങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലല്ലോ പല കാര്യം. സ്വാതന്ത്ര്യം കാണിച്ചു കഴിഞ്ഞാൽ അപ്പം ജയിലിലാണ്. ആണുങ്ങൾ സ്വാതന്ത്ര്യം കാണിച്ച് ജയിലില്ല. പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കാണിക്കും, ആണുങ്ങൾ സ്വാതന്ത്ര്യം കാണിച്ച് ജയിലില്ല. ഒരാളെ ജയിലായി മിസ്റ്റർ ബോജെ ലൈംഗിക സ്വാതന്ത്ര്യം. ഇനി ഞാൻ പറയില്ല, ഇതിന്റെ വാർത്ത എന്നെ പൊക്കിക്കൊണ്ടുപോകും. അതായത് ബോച്ചെ പലരെ പറ്റിയും ഡബിൾ മീനിങ് ജോക്സ് അടിച്ച് കൂതറ വർത്താനം പറഞ്ഞതാണ്. അതാണോ ഫ്രീഡം? അതെനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതൊന്നും ഫ്രീഡം ആയിട്ട് പോട്ടെ, അങ്ങോട്ട് ചെന്ന് കയറിയിട്ടാണ് കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ ബോച്ചയുടെ അടുത്തോട്ട് ചെന്ന് കയറി വല്ലവനും വല്ല നമ്പർ ഇറക്കിയിട്ട് ബോച്ചർ റിപ്ലൈ കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ലാന്ന്. ഇത് വളരെ നിരപരാധികളായ കുറെ ആൾക്കാരെ പിടിച്ചോണ്ടോ, അത് തിരിച്ച് പറയാൻ പോലും ശേഷിയില്ലാത്തവരെ പിടിച്ചു നിർത്തി. ആദ്യമായിട്ട് ഒരു പെണ്ണ് പറഞ്ഞത് അത്രേ ഉള്ളൂ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ല അതിനകത്ത്, കൂടുതൽ നമ്പർ ഒന്നും. ഇപ്പൊ ഇങ്ങോട്ട് തന്നെ പറഞ്ഞാൽ തിരിച്ചു പറയുമ്പോ അത് സഹിക്കാൻ പറ്റാത്തവരാ ഇവിടെ ഉള്ളവര്. അപ്പോഴാ അണ്ണൻ പറയുന്നതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്താ പറയുമോ, ബോച്ച പറഞ്ഞതിന്റെ അകത്തെ കുഴപ്പം താൻ കണ്ടെത്തുന്നത് അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകളുടെ ക്വാളിറ്റി കൺസേൺ ആവുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലമില്ല ഇതിനകത്ത്. ഇവിടെ നിയമമുണ്ട് സ്ത്രീകൾ വർദ്ധിച്ചതിന്റെ ഒപ്പം ഓവറായിട്ട് വർണ്ണിക്കരുതെന്ന്. അതായത് തനി ഓവറായിട്ട് വർണ്ണിക്കരുതെന്നാ പറഞ്ഞത്. ലൈംഗിക ചൊവ്വയോട് കൂടി വർണ്ണിക്കാന്ന് അതും നേരത്തെ താൻ ചെയ്ത പോലത്തെ ഒരു കാര്യം ബോച്ചൻ ചെയ്തത്. അതായത് തമാശയാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ പറയുന്ന ഡയലോഗ് മറ്റൊരു മനുഷ്യനെ എങ്ങനെയാണ് ബാധിക്കാന്നുള്ളത് പറയട്ടെ. എങ്ങനെ ബാധിക്കും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം ലൈംഗിക ചൊവ്വ എല്ലാവർക്കും ഇല്ലേ? എടോ അത് മാത്രമായാലും പ്രശ്നമാണ്. എന്റെ നമ്മൾ തുണിയിടാൻ പാടില്ല, ഡ്രസ് ഇടാൻ പാടില്ല. കൈവിട്ട് ഓപ്പൺ സ്ഥലത്ത് ചെക്ക് ചെയ്യണം. ഞാൻ പറയാം, ഇപ്പൊ ഷർട്ടൂരി ആളുകളെ ഇപ്പൊ തുടങ്ങട്ടെ. ഞാൻ അണ്ണന്റെ രാമനസ് ഇടാൻ പറ്റുമോ? പെൺകുട്ടികൾ ഈ കുട്ടികൾ കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആഹ്വാനിക്കുകയാണ്, ആജ്ഞാപിക്കുകയാണ്. സംഭവിക്കില്ല. എന്റെ അഭിപ്രായത്തിൽ ആരും ഡ്രസ് ഇടാൻ പാടില്ല. പബ്ലിക് പ്ലേസിന് ശശിയാണ്. പബ്ലിക് പ്ലേസിൽ ചെയ്യണം, നമ്മൾ ഡ്രസ് ഇടാൻ പാടില്ല. അങ്ങനെ പോകണം. അതാണ് ഓപ്പൺ. തൽക്കാലം ഷർട്ട് നോക്കി കാണിക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം അണ്ണന്റെ ബോഡി എങ്ങനെയുണ്ട് നോക്കട്ടെ. ഷർട്ട് നോക്കി. ഞാൻ ഇപ്പത്തെ നിയമവശം സമ്മതിക്കില്ല. അണ്ണാ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഈ അണ്ണന്റെ
ഞാൻ മോഹൻലാൽ ഹോട്ടലില്ല, ഇങ്ങനെ ഹോട്ടാണ്, മമ്മൂട്ടി ഹോട്ടാണ്, ഞാനും മോഹൻലാൽ ഹോട്ടലില്ല. താൻ ഒരു ഓട്ടോ അല്ല, തന്റെ ചക്ക പുളിക്ക ബോഡി കിട്ടി എന്ത് ഓട്ടോ പറയണ്ട. അതും നടത്തി. സമ്മതിച്ചോ? ഞാൻ പറഞ്ഞല്ലോ മോഹൻലാൽ ഹോട്ടലിലാ പറഞ്ഞില്ലേ, മോഹൻലാൽ ഞാനും ഹോട്ടലിലാ പറഞ്ഞില്ലേ, ഞാനും മോഹൻലാൽ ഹോട്ടലിലാണ് പറഞ്ഞില്ലേ. ഞാൻ ഇങ്ങനെ ഹോട്ടാണ്, മമ്മൂട്ടി ഹോട്ടാണ്, മമ്മൂട്ടി ഞാൻ ഇയാൾക്ക് ഹോട്ടാണോ? താൻ ഹോട്ടലില്ല, താൻ കൂടോ ഈ ചക്ക എവിടെ ഹോട്ടാണ് ഇത് ഹോട്ട് ആകെ നെറ്റടി പോക്കോട്ട്. ആക്ച്വലി ഞാൻ ഹോട്ടാണ്, ഞാൻ അങ്ങനെ പ്രകടിപ്പിക്കാത്തത്. ഒരു ഹോട്ടല്ല, അത്ര ഹോട്ടാ ഞാൻ, ഭയങ്കര ഹോട്ടാണ്. എനിക്ക് അറിഞ്ഞൂടത്തോണ്ടത്, തനിക്ക് അറിയില്ലത്. അറിയില്ല, ഞാൻ ഭയങ്കര ഹോട്ടായിട്ടുള്ള ആളാണ്. ഞാൻ ഹോട്ടായിട്ട് ഇരിക്കും ചിലപ്പോൾ. എനിക്ക് താൻ ഹോട്ടായിട്ട് തോന്നിയിട്ടില്ല, അതെനിക്ക് അറിഞ്ഞൂടത്തോണ്ടാ. താൻ ഒരു ഓട്ടോ കളിച്ച ചക്ക പൊടിക്ക ബോഡി രണ്ടടി പൊക്കം വെച്ച് താൻ ഇത് ഓട്ടോ കളിക്കാനുള്ള സത്യം പറഞ്ഞല്ല. ഇതൊക്കെ ബോഡി ഷേമിംഗ് ആണ്. സത്യം കഴിഞ്ഞിട്ട് പട്ടിയെ പ്രേമിക്കാൻ പറഞ്ഞ ആളല്ലേ തന്നെ പോലൊരു സത്യം പറയുന്നത് ബോഡി ഷേമിംഗ് അല്ല, സത്യം പറയുന്നത് ബോഡി ഷേമിംഗ് അല്ല, സത്യം പറയുന്നത് ബോഡി ഷേമിംഗ് അല്ല. സത്യമാണ് പറഞ്ഞത്, നഗ്നമായി സത്യം പറഞ്ഞത്. നഗ്നമായിട്ട് താൻ സത്യം പറയണ്ട, അതിന്റെ ആവശ്യമില്ല. അത് വേണ്ട, തുണിയൊക്കെ അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. നമ്മൾ നല്ലൊരു ചുറ്റുപാടിൽ ജീവിക്കുന്ന ആൾക്കാരാ, മനസ്സിലാവണ്ടോ? നമ്മള് നല്ല നല്ലൊരു സോഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. നഗ്ന സത്യം എന്തോ അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. നഗ്ന സത്യം എന്നോട് പറയരുത്, താൻ തന്റെ പെണ്ണുങ്ങളോട് പറഞ്ഞാൽ മതി, എന്നോട് പറയരുത് നഗ്ന സത്യം. അല്ലെങ്കിൽ തന്റെ കാമുകിയോട് പറഞ്ഞാൽ മതി, എന്നോട് തനിക്ക് ഒരാളാണ്, അതുപോലെ ഒരാളാണ് തെളിയിക്കാം. പക്ഷെ അത് എത്ര ശതമാനമാണെന്നൊക്കെ തെളിയിക്കാൻ പറ്റുള്ളൂ, മനസ്സിലാവണ്ടോ? താനാണോ? അത് ഞാൻ എനിക്ക് തെളിയിക്കേണ്ടി വരും. ആണാണോ? അത് ഞാനല്ല പറയണ്ടത്, ഞാൻ ഇൻവോൾവ് ചെയ്യാൻ പെട്ടികൾ പറയണേ. താൻ മനസ്സിലാക്കുന്നത് എന്താന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ എന്തോ പ്രശ്നമുണ്ടല്ലോ ഇവിടെ. ഞാൻ അത്രക്കാണല്ല, എനിക്ക് സെന്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ആണൊക്കെയാണ്. അറിയാം, കാരണം എനിക്ക് അങ്ങനത്തെ ഓർഗൻസ് എല്ലാം ഉണ്ട്. ഓർഗൻസ് വർക്ക് ചെയ്യുന്നില്ല. പകുതി പെണ്ണാന്ന് അറിയില്ല, ബോഡി സെക്ടർ ആയിട്ട് പെണ്ണുങ്ങളിരിക്കും. പകുതിയാണ്, പകുതി പെണ്ണാന്ന്. ഓർഗൻ പോയ താനാണോ? ഓർഗൻ മുറിഞ്ഞു പോയി ഉപയോഗിക്കില്ലേ? അവിടെ കിടക്കൊന്നും വേണ്ട, അവിടെ ഇരുന്നാ കിടക്ക് പരിപാടി ഇല്ല ഇവിടെ. കിടപ്പില്ലൂടെ പരിപാടി ഇല്ലൂടെ. കിടന്നു കഴിഞ്ഞാൽ അപ്പ വിടുവോ? ആന്നല്ലേ, ഇതൊക്കെ റെസ്റ്റാ, നമ്മളെല്ലാം ഇരിക്കും ഇവിടെ. തനിക്ക് മാത്രം എന്തൊരു കിടപ്പ്. ഇയാൾ ഉടനെ ഒരു കിടക്കും. അപ്പൊ നമുക്ക് പോവാം. രാവിലെ എത്ര പോയറിയാം. താൻ എങ്ങനെയാണെന്ന് തന്റെ ഈ പറയുന്ന ഓർഗൻ തന്നോട് ചോദിച്ചാൽ ആദ്യം താണോ താൻ തെളിയിക്കുക. അതായത് താൻ മനസ്സിലാക്കുന്നത്, താൻ ആണാണെന്ന് മനസ്സിലാക്കുന്നത് തന്റെ ഓർഗൻ വെച്ചിട്ടാ, ലൈംഗിക അവയവം വെച്ചിട്ടാണ്. അപ്പൊ ലൈംഗിക അവയവം മുറിഞ്ഞു പോയാൽ താനാണോ ആണ് ചോദ്യം. ആണോ? എനിക്കില്ലല്ലോ, ഓർഗൻ ഇല്ലല്ലോ, അപ്പൊ പിന്നെ താൻ എങ്ങനെയാണോ പറയും. ടു ബി ഈസ് ടു ബി പെർസീവ്ഡ്. പെർസീവിംഗ് ആയി മാത്രമല്ല ഉള്ളതാ. ഇപ്പൊ ഞാൻ പറ്റേ എന്താണ്, ഞാൻ ഒരു എക്സാമ്പിൾ ടു ബി ഈസ് ടു ബി പെർസീവ്ഡ്. അത് ബർക്ക്ലി പറഞ്ഞ തിയറിയാണ്. ഈ സാധനമൊക്കെ ക്രോസ് ചെക്ക് ചെയ്യണം. കാരണം എന്താ പറയാ, ഇയാൾ ഇങ്ങനെ പല സാധനം തള്ളി വിടുന്നുണ്ട്. അയാള് പറഞ്ഞാണ്, ഇയാള് പറഞ്ഞാണ്, മറ്റൊരാള് പറഞ്ഞാണ്, ഇയാളുടെ പേരൊക്കെ പറയും. അല്ല, ഗൂഗിളൊന്നല്ല, മനസ്സിലാവില്ല. ഒന്നാം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, രണ്ടാം ഇത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ല. ഞാൻ ചെയ്യാം. ഞാൻ ചോദിച്ചത് തന്റെ പ്രോബ്ലം അറിയോ?
എനിക്ക് ഏറ്റവും ഇഷ്ടം പ്ലസർ ഇന്റലക്ച്വൽ പ്ലസറാണ്. ആ ഇന്റലക്ച്വൽ മാസ്റ്റുബേഷൻ ഇന്റലക്ച്വൽ ശക്തി ആൾക്കാരെ കിട്ടുന്നില്ല. അപ്പൊ ഇയാള് ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ചിട്ട് മാസ്റ്റുബേറ്റ് ചെയ്യും. മാത്തമാറ്റിക്കൽ സെക്സ് എന്ന് പറയുന്നത് ഇക്വേഷൻ ഒക്കെ എഴുതി വെച്ചിട്ട് മാസ്റ്റുബേറ്റ് ചെയ്യും. അങ്ങനല്ല, ഇയാൾ ഒരു പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ സോൾവ് ചെയ്യുമല്ലോ. സോൾവ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇയാൾ മാസ്റ്റുബേറ്റ് ചെയ്യും. ഇജാക്കുലേഷൻ ഉണ്ടോ? ഐൻസ്റ്റീൻ അങ്ങനെ ആയിരുന്നു. അങ്ങനെയല്ല ഉദ്ദേശിച്ചതാ. ഇന്റലക്ച്വൽ മാസ്റ്റുബേഷൻ ഇന്റലക്ച്വൽ സെക്സ് പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ച് സെക്സ് ചെയ്യാം. ഇന്റലക്ച്വൽ മാസ്റ്റുബേഷൻ ആണ്. തലച്ചോ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് അത് സെക്സ് ആയി മാറും. സെക്സ് ചെയ്യാൻ നമുക്ക് പാഷൻ ഉണ്ട്, അതേ പാഷൻ ബുദ്ധിയിലും വരും. അതുകൊണ്ടാണ് പുള്ളി തിയേറ്ററിൽ പോയിട്ട് കൈ കൊടുക്കുക. അത് ബന്ധമില്ല, അത് നിഷ്കളങ്കമായ കൈ. ഞാൻ നിഷ്കളങ്കമായ തന്റെ കയ്യിൽ പിടിക്കാൻ പറ്റില്ല, കാരണം താനത് 2 പ്രാവശ്യം മൂക്കി കെട്ടാൻ കണ്ടാണ്. അതുകൊണ്ടാണ് കൈ കൊടുക്കുമ്പോ എന്ത് സുഖം കിട്ടണം. താൻ പറയണോ കൈ കൊടുക്കുമ്പോ എന്ത് സുഖം കിട്ടണം. എനിക്ക് സുഖം കിട്ടിയിട്ടില്ല. ഞാൻ ചെറുപ്പം കൊടുക്കുന്നതാണ്. ചെറുപ്പം പോലെ ഞാനും കൊടുക്കുന്നുണ്ട്, അതല്ല വിഷയം. താൻ ഈ പറഞ്ഞ പോലെ താൻ ആൾക്കാരെ നൽകില്ല. സെക്സ് എന്താണെന്ന് അറിയോ? പറയില്ല, തനിക്കൊരു ഉണ്ടാറിയില്ല. ഈ വീഡിയോന്റെ അടിയിൽ തനിക്ക് ജീവിതത്തിൽ എപ്പോഴും ഗേൾഫ്രണ്ട് ആയിട്ടോ? തനിക്ക് ജീവിതത്തിൽ എപ്പോഴും ഗേൾഫ്രണ്ട് ആയിട്ടോ? തനിക്ക് എപ്പോഴും ജീവിതത്തിൽ ഗേൾഫ്രണ്ട് ആയിട്ടോ? ഇതിനടിയിൽ കമന്റ് വരും എന്നോട് താല്പര്യമുള്ള പെൺപിള്ളേരുടെ. എന്തേ എന്നോടായി തന്നോടായില്ല. നോക്കാം, നോക്ക്. ഓക്കെ, അതായത് ഫ്രീമാനിക്ക് ഉയർന്നും പറഞ്ഞൊരു സാധനം വരും ഇവിടെ. താൻ പറഞ്ഞു മുട്ടടിക്കുന്നു. എന്തായാലും ഞാൻ മൊട്ടൻ, താൻ പൊട്ടൻ. ക്ലിയർ ആയില്ലേ? എംബ്രാൻ ഫ്ലോപ്പ് ആയ താൻ മുട്ട അടിക്കുന്ന ഉറപ്പാണോ? മുട്ട അടിക്കൂ? എംബ്രാൻ ഫ്ലോപ്പ് ആയ മുട്ട അടിക്കും. അത് നല്ല രസമായിരിക്കും. മുട്ട അടിക്കാൻ റെഡി ആയിരിക്കും. നമുക്ക് ഒന്നിച്ചു പോകാം, എല്ലാവരും കൂടെ പോയി അണ്ണനെ മുട്ട അടിപ്പിക്കണം. അതൊരു ഭയങ്കര സംഭവമായിരിക്കും. എന്നിട്ട് നമുക്ക് അണ്ണനെ ബറോസിനെ വിളിക്കാം. എംബ്രാൻ എന്തൊക്കെ നല്ല കാശ് കിട്ടും. എന്നിട്ട് അണ്ണനെ നമ്മള് ബറോസിനെ വിളിക്കും. അതും തുടുപ്പൊക്കെ ഇടിച്ചുകൊണ്ട് വരാം. അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ സൂപ്പർ പരിപാടി ആയിരിക്കും കേട്ടോ. കേരളം അല്ല, കേരളം കിട്ടും. നമുക്കൊരു വൻ സംഭവം ആക്കിയേക്കാം. അതെന്താ? അത് കൊള്ളാം. ഇത് മുട്ട അടിപ്പിച്ചിട്ട് ബറോസിന്റെ കോസ്റ്റ്യൂമില് ഇയാളെ കൊണ്ട് തങ്കണക്കത്തില്ല ആ പാട്ട് വെച്ചിട്ട് നമ്മള് അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. എംബ്രാൻ പൊട്ടുമ്പോ അണ്ണൻ മുട്ട അടിക്കും. എംബ്രാൻ എന്തുകൊണ്ടാ പൊട്ടുന്നത് ഒരു ധാരണ ഉണ്ടോ? എംബ്രാൻ എന്തുകൊണ്ടായിരിക്കും പൊട്ടാൻ? അണ്ണൻ എവിടെ മുട്ട അടിക്കുന്നത്? എവിടെ പോയാ അടിക്കുന്നത്? ഇവിടെയാണോ? അല്ല, ഞാൻ ചോദിക്കുന്ന എന്റെ ചോദ്യം. എന്തായാലും മുട്ട അടിക്കും. അപ്പൊ എവിടെ പോയി മുട്ട അടിക്കാനോ താല്പര്യം? കേരളം പോയി അടിക്കാൻ താല്പര്യമുണ്ടോ? മുട്ട കേരളം വിട്ട് പുറത്തു പോയി അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ അടിച്ചാൽ ഇവിടെ മുട്ട അടിച്ചാലും പഴനി പോയി അടിച്ചാലും മുടി പോകും. പഴനി പോയി അടിക്കണ ഒരു നല്ല പരിപാടി ആയിരിക്കും. എന്തിന്? ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ബസ് കയറി പൊക്കോ. കോമഡി പറഞ്ഞല്ല, ഞാൻ ആലോചിച്ചേ. ഓ, അതിനു മുമ്പ് താൻ ആലോചിക്കുമല്ലേ? പറയുന്നതിന് മുമ്പ് ആലോചിക്കുകയൊക്കെ ചെയ്യുന്നു. വിശ്വസിച്ചു. അതല്ല, എംബ്രാൻ എന്തുകൊണ്ടാ പൊട്ടുന്നറിയോ? വിശ്വസിക്കുന്നില്ല. ഞാൻ പറയണ താൻ ചെയ്യുന്ന എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. അത് വിട്. എംബ്രാൻ എന്തുകൊണ്ടാ പൊട്ടുന്നറിയോ? എവിടെ ഓടും? എംബ്രാൻ മാത്രമല്ല ഓടാൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ പേര് ഓടും. മിക്കവാറും നല്ലപോലെ ഓടേണ്ടി വരും. ഇനിയിപ്പോ എന്തായിരിക്കും അറിയാമോ? നമ്മുടെ മറ്റാളിയനില്ലേ, നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ്. അപ്പൊ ആ അളിയനിപ്പോ ഇരുന്ന് ചിരിക്കണായിരിക്കും. പൃഥ്വിരാജ് വരും. മേടിച്ചോളും. ഓ, കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്ന്. അപ്പൊ അതങ്ങ് മറന്നോളും. അതെ, പലരും അതാ വിചാരിച്ചേക്കുന്നത്. മറ്റാളോ ലിജോസ് വലിശ്ശേരി. എടാ, ഈ പടമൊക്കെ ആൾക്കാരുണ്ട് ഒരു 3 ദിവസം കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി നോക്കത്തുള്ളൂ. അതിന്റെ 3 അല്ല, ഒരു 4 ദിവസം കഴിഞ്ഞേ ആൾക്കാർ പോകത്തുള്ളൂ. ലൂസിഫർ എന്തുകൊണ്ട് ഓടി? ലൂസിഫർ 200 കോടി ഉണ്ടാക്കിയത്. ഞാൻ ലൂസിഫർ ബ്ലോഗം പറഞ്ഞു. ലൂസിഫർ ഓടിയില്ലേ?
ലൂസിഫർ ഫ്ലോപ്പാ പറഞ്ഞല്ല, ലൂസിഫർ ഫ്ലോപ്പാ പറഞ്ഞല്ലേ. ആ പോയേക്കാം, സ്ഥലം വിടാം, എല്ലാം ഓഫായിക്കോ, പരിപാടി കഴിഞ്ഞു. ഇവിടെ അങ്ങനെ ആ പരിപാടി ഇല്ലെന്ന് പറഞ്ഞിട്ടുള്ള